നമസ്കാരം. അമേരിക്ക നടിക്ക് കൊളറാഡോയിലെ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. തികച്ചും സമാധാനപരമായി നടന്ന ഇസ്രായേൽ അനുകൂല പ്രകടനത്തിന് നേരെ പൊള്ളുന്ന ദ്രാവകം നിറച്ച കുപ്പിയുമായി ആക്രമണം നടത്തിയത് മുഹമ്മദ് സാബ്രി സോളിമാൻ എന്ന ഭീകരനാണെന്നാണ് റിപ്പോർട്ടുകൾ. മോളോട്ടോവ് കോക്ടെയിൽ എന്ന ദ്രാവകമാണ് ഇയാൾ ഉപയോഗിച്ചത്. ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഭീകരാക്രമണമാണ് നടന്നതെന്ന വിധത്തിലാണ് FBI ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഭയാനകമായ ഭീകരാക്രമണം എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇതോടെ വിഷയത്തിന് അന്താരാഷ്ട്ര മാനങ്ങളും കൈവന്നിട്ടുണ്ട്. ഷർട്ട് ധരിക്കാതെ അർദ്ധനഗ്നനായിട്ടായിരുന്നു ഭീകരൻ ആക്രമണത്തിനെത്തിയത്. ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സാരമായും നേരിയ തോതിലും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുകയാണ്. പ്രായമായവർക്കാണ് പരിക്കേറ്റത്. പ്രതിഷേധക്കാർക്ക് നേരെ പൊള്ളുന്ന ദ്രാവകവുമായി പാഞ്ഞെടുത്ത മുഹമ്മദ് സബ്രി ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യങ്ങളും മുഴക്കിയെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. കൊളറാഡോയിലെ ബോൾഡർ നഗരത്തിലായിരുന്നു സംഭവം നടന്നത്. ഒക്ടോബർ 7-ന് നടന്ന ഭീകരാക്രമണത്തിൽ ബന്ദികളാക്കിപ്പെട്ടവരെ ഓർമ്മിക്കാനായി നടത്തിയ പ്രകടനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് FBI ഡയറക്ടർ ക്യാഷ് പട്ടേൽ പറഞ്ഞു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം നടന്നത്. എളുപ്പത്തിൽ ഉടയുന്ന കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിൽ ദേഹത്ത് വീണാൽ തീ പിടിക്കുന്ന തരം ദ്രാവകങ്ങൾ നിറച്ച് അതിലൊരു തിരിയും ഘടിപ്പിക്കുന്ന ആയുധമാണ് മറ്റ് പല പേരുകൾക്കുമൊപ്പം മോളോട്ടോവ് കോക്ടെയിൽ എന്നുകൂടി അറിയപ്പെടുന്നത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന തിരിയിൽ തീ കൊളുത്തി അത് ആളുകൾക്ക് മേൽ വലിച്ചെറിയും. കുപ്പിക്കകത്തെ ദ്രാവകത്തിന് തീ പിടിക്കുകയും കുപ്പി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്യും. ഈ ആക്രമണ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത്. മുഹമ്മദ് സാബ്രിക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട്. ബോൾഡർ നഗരത്തിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് 1 മണിക്ക് ശേഷം പേൾ സ്ട്രീറ്റിൽ സംഘടിപ്പിച്ച റൺ ഫോർ ദെയർ ലൈഫ്സ് എന്ന പരിപാടിക്കിടയിലായിരുന്നു ആക്രമണം ഉണ്ടായത്. പൊള്ളലും പരിക്കുമേറ്റ പലരും നിശ്ചലമായി താഴെ കിടക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലി പതാകകളും ചിതറിക്കിടക്കുന്നുണ്ട്. ദൃക്സാക്ഷികളായി നിന്നവർ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നതിന്റെ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അക്രമി കയ്യിൽ ദ്രാവകം നിറച്ച കുപ്പിയുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അടുത്ത് നിൽക്കുന്നവരോട് ഇയാൾ ഉച്ചത്തിൽ അലറുന്നതും പുറത്തു വന്ന വീഡിയോയിലുണ്ട്. വിവരം അറിഞ്ഞ ഉടൻ സംഭവസ്ഥലത്തെത്തിയ എമർജൻസി വിഭാഗം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കൂട്ടത്തിൽ അക്രമിയെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം. യഹൂദരെ അവസാനിപ്പിക്കുക, അവർ ഭീകരരാണ് എന്ന മുദ്രാവാക്യമായിരുന്നു അക്രമി വിളിച്ചത്. എത്ര കുട്ടികളെയാണ് നിങ്ങൾ കൊന്നതെന്നും ഇയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. FBIയും ലോക്കൽ പോലീസും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. അക്രമി പിടിയിലാകുമ്പോൾ ഇയാൾ ഒരു ജീൻസും സൺഗ്ലാസുമാണ് ധരിച്ചിരുന്നത്. ഷർട്ട് ധരിച്ചിരുന്നില്ല. ഇയാൾക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റതിനാൽ അറസ്റ്റിന് ശേഷം ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംഭവത്തിന് സാക്ഷിയായ കൊളറാഡോ സർവകലാശാലയിലെ 19 വയസ്സുള്ള ബ്രൂക്ക് കോഫ്മാൻ 4 സ്ത്രീകൾ കാലുകളിൽ പൊള്ളലേറ്റ് നിലത്ത് കിടക്കുന്നതും ഇരിക്കുന്നതും ചെയ്യുന്നതായി കണ്ടുവെന്നും പറഞ്ഞു. ഇവരിൽ ഒരാളുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും ഗുരുതരമായി പൊള്ളലേറ്റതായും ഒരാൾ ഇവരെ ഒരു പതാകയിൽ പൊതിഞ്ഞതായും അവർ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ വിദ്വേഷം മൂലമുള്ള അക്രമമായിരുന്നുവെന്ന് കൊളറാഡോ അറ്റോർണി ജനറൽ ഫിൽ വീസർ പറയുന്നു.